നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ചിങ്ങം 1 ഓഗസ്റ്റ് 17 ശനിയാഴ്ച പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. ഈ പുതുവർഷം ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ധനുരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു പുതുവർഷമാണ്. കൂടുതൽ കരുതലോടെയും ശ്രദ്ധയോടെയും തീരുമാനങ്ങൾ എടുത്തു പോകേണ്ട വർഷമാണ് ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക്. ഈ ജാതകക്കാർ ഈ വർഷം ഇവരുടെ കർമ്മ പ്രവൃത്തി മേഖലയിൽ ജാഗ്രത പുലർത്തണം. തൊഴിലിൽ ഏറെ സൂക്ഷിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. തൊഴിൽ തടസ്സം, തൊഴിൽ മാറ്റം, സ്ഥലമാറ്റം, തൊഴിൽ നഷ്ടം എന്നിവ പ്രതീക്ഷിക്കാം. വാക്കും പ്രവൃത്തിയും അതീവ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ഗുണഫലങ്ങൾ നേടാം. ഈ തടസ്സങ്ങളെല്ലാം മാറാനും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ പ്രവർത്തന മേഖലയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുത്തുചാട്ടം ഒഴിവാക്കി പോസിറ്റീവായ തീരുമാനങ്ങൾ എടുത്ത് ഈ തടസ്സങ്ങളെയും വരാനിടയുള്ള സാഹചര്യങ്ങളെയും മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനനഷ്ടം സംഭവിച്ചേക്കാം. കടബാധ്യതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പുതിയ കടബാധ്യത ഉണ്ടാകാനുള്ള സാഹചര്യവും കാണുന്നു. പരാജയം, മാനനഷ്ടം എന്നിവയ്ക്കുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കി നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റവും സംഭവിക്കാവുന്ന വർഷമാണ്. മുൻ വർഷങ്ങളിൽ നിങ്ങൾ കൈക്കൊണ്ട തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ഈ പുതുവർഷം കടന്നു പോകുക. ആയതിനാൽ തൻ്റെ കർമ്മം മറ്റുള്ളവർക്ക് ദോഷകരമല്ലാതെ ഭവിച്ചാൽ വരും വർഷങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. സൽക്കർമ്മങ്ങളാണ് ഭാവി ജീവിതത്തെ സന്തോഷപ്രദമാക്കുന്നത്. കോടതി കേസ്, വഴക്ക് എന്നിവ ഉണ്ടായേക്കാം. കോടതി വ്യവഹാരങ്ങളിൽ പരാജയം സംഭവിച്ചേക്കാം. തെറ്റും ശരിയും മനസ്സിലാക്കി കോംപ്രമൈസിലൂടെ മുന്നോട്ടു പോയാൽ ജീവിതത്തിൽ തീർച്ചയായും സമാധാനം, ഐക്യം, സന്തോഷം എന്നിവ ഉണ്ടാക്കിയെടുക്കാം. മറ്റുള്ളവരുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് മനസ്സിന് സന്തോഷം നൽകും. യാത്രകൾ ചെയ്യാനിടയുണ്ട്. മാനസിക ഉല്ലാസയാത്രകൾ ഈ വർഷം ചെയ്യാവുന്നതാണ്. യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും. എന്നാൽ കുടുംബ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് തീരുമാനങ്ങളും പരിഹാരങ്ങളും എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. സംസാരം, കോപം എന്നിവ നിയന്ത്രിക്കുക. നിങ്ങളുടെ വാക്ക്, പ്രവൃത്തി എന്നിവ മൂലം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാം. സ്വമേധ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി സന്തോഷത്തോടെ ഈ വർഷം മുന്നോട്ടു പോകാൻ കഴിയും. നിങ്ങൾ മുന്നോട്ടു വയ്ക്കുന്ന തീരുമാനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും പുതുവർഷം ഐശ്വര്യപ്രദമാക്കാം. ഏവർക്കും പുതുവർഷ ആശംസകൾ. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.